ശ്രീ എ സജീവൻ ഇത് വയനാട് കേന്ദ്രീകരിച്ച് കോൺഗ്രസിന് അവിടെയുള്ള സഹകരണ മേഖലയിലെ ആ ഒരു സ്വാധീനം, അതിപ്പോൾ റഫീഖ് സംസാരിച്ച പുൽപ്പള്ളി നമ്മൾ ഒരുപാട് ചർച്ചകളിൽ വന്നിട്ടുള്ളതാണ്. KPC ജനറൽ സെക്രട്ടറിയാണ് അവിടെ വില്ലനായി വന്നത്, ജയിലിൽ പോയതുമൊക്കെ. ഇപ്പം മറ്റൊരാൾ ഇപ്പോഴും സജീവൻ ഇപ്പോഴും അകത്ത് കിടക്കുന്നതിനെക്കുറിച്ചൊക്കെ മറ്റൊരു വ്യക്തിയെക്കുറിച്ചൊക്കെ ഇപ്പോൾ ശ്രീ സജീവൻ അദ്ദേഹം പറഞ്ഞ് നമ്മുടെ മുമ്പിലുണ്ട്. ഇതിപ്പോൾ ഇപ്പുറത്ത് അർബൻ ബാങ്കിലാണ് ഈ വിഷയം നടക്കുന്നത്. ഞാൻ ഇതിൻ്റെ ഒരു ഗൗരവമായ വശം, ഒരു ഭാഗത്ത് ലീഡേഴ്സിൻ്റെ വളരെ വലിയ മൗനം നിൽക്കുന്നു. ഒരാൾ MLA ആണ്, MLA പ്രതിപക്ഷത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു MLAക്കെതിരെ ഗുരുതരമായ നിലയിൽ ആരോപണങ്ങൾ ഉയരുന്നു. രണ്ടുപേർ ഇതിൻ്റെ പേരിൽ, ഒരാൾ DCC ട്രഷററാണ് മരിക്കുന്ന സമയത്തും, മുൻപ് ജനറൽ സെക്രട്ടറി ആയിരുന്ന ആളാണ്, അദ്ദേഹത്തിൻ്റെ മകനും മരിക്കുന്നു. അപ്പോൾ എത്രമാത്രം ഭീതിതമായൊരവസ്ഥയാണ്, എത്രമാത്രം അവരൊരു മാനസിക സംഘർഷത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഈ ഇടപാടുകളാകെയും നടത്തുകയും അതിൻ്റെ പണമെല്ലാം ഒരു ഭാഗത്തേക്ക് ഒഴുകുകയും ഒടുവിൽ ഉദ്യോഗാർത്ഥികൾ ഇവരോട് തന്നെ ചോദിക്കും. ഇത്തരം തട്ടിപ്പിൻ്റെയൊക്കെ ഒരു സ്വഭാവം തന്നെ ഇടനിലക്കാരെ വെച്ച് കളിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ അതിലെ യഥാർത്ഥ അധികാര കേന്ദ്രങ്ങൾ ഒരിക്കലും വെളിച്ചത്ത് വരില്ല. അതൊന്നും ഇനി നമ്മളെ ഒന്നും ആരും പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ല, നമുക്കൊക്കെ കേരളത്തിൽ നല്ല ബോധ്യമുള്ളതാണ്. അപ്പോൾ ചിത്രമൊക്കെ എല്ലാവർക്കും ഏതാണ്ട് ബോധ്യപ്പെടുന്ന നിലയിൽ നിൽക്കുകയാണ് ശ്രീ സജീവൻ. അപ്പോൾ ഈ ഇടനിലക്കാർ പെട്ടുപോകുന്നൊരവസ്ഥ ഇതിനകത്തുണ്ട് എന്ന് അനുമാനിക്കുക. അവിടെ ആയിരിക്കണം രണ്ട് മനുഷ്യരുടെ ജീവൻ അവർ തന്നെ അവസാനിപ്പിച്ചേക്കാം എന്ന് തീരുമാനിക്കുന്നതിനും ഇടവരുത്തിയത്. പക്ഷേ ഇവിടുത്തെ ഗൗരവമായ ഒരു വശം, ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ശ്രീ സജീവനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ കണ്ണൂരിൽ മുൻ ADMൻ്റെ ആത്മഹത്യയുണ്ടായി. ആ സംഭവവുമായി ബന്ധപ്പെട്ട അന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യയുടെ പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട അവരുടെ എടുത്ത നിലപാടുമായി ബന്ധപ്പെട്ട ആത്മഹത്യാ പ്രേരണയിൽ അവർ പ്രതിയാകുന്ന ഒരു സാഹചര്യം വന്നപ്പോഴൊക്കെ കേരളത്തിലെ മാധ്യമങ്ങളെടുത്തൊരു നിലപാടുണ്ട്. ഇവിടിപ്പോൾ ഒരു പ്രതിപക്ഷ MLA IC ബാലകൃഷ്ണൻ തുടർച്ചയായ MLA ആണ്. MLA ഏറ്റവും ശക്തമായ ആരോപണത്തിന് വിധേയനാകുന്നു. രണ്ട് മനുഷ്യർ അവർ ആത്മഹത്യ ചെയ്ത് ജീവിതം അവസാനിപ്പിക്കുന്നു. വലിയ സഹകരണ നിയമന തട്ടിപ്പ് നടക്കുന്നു. എന്നിട്ടും കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിനും പ്രതിപക്ഷ നേതാവിനും വളരെ സുഖകരമായി മൗനം പാലിച്ച് മുന്നോട്ട് പോകാൻ കഴിയും വിധം ശ്രീ സജീവൻ, എത്ര വലിയ മീഡിയ പ്രിവിലേജാണ് ആ പാർട്ടിയുടെ നേതൃത്വം ഇന്ന് കേരളത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ശരത്ത്, താങ്കൾ പറഞ്ഞ രീതിയിൽ 3 കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഒന്ന്, ഈ IC ബാലകൃഷ്ണൻ എന്ന് പറയുന്ന MLAയെ സംരക്ഷിക്കാൻ വേണ്ടി നടക്കുന്ന വലിയ കോലാഹലം. രണ്ടാമത്തേത്, ഈ കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിന്റെ എന്തിനും ഇടപെടുന്ന എന്ത് കാര്യം വന്നു കഴിഞ്ഞാലും പ്രതികരിക്കുന്ന ചില ആളുകളുണ്ട്, നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ പോലുള്ള ആളുകൾ, അവരുടെയൊക്കെ മൗനം. മൂന്നാമത്തേത്, താങ്കൾ പറഞ്ഞ പോലെ മാധ്യമങ്ങൾ ഇങ്ങനെയൊരു കാര്യം, വയനാട്ടിൽ ഇങ്ങനെ 2 പേർ മരിച്ചത് സാധാരണ മരണം പോലെ ഒരു മരണമായി ചിത്രീകരിച്ചതിന് ശേഷം പിന്നീട് ഇതിനെക്കുറിച്ച് ഒന്നും പ്രതികരിക്കാതിരിക്കുന്ന ഒരവസ്ഥ. ഈ 3 കാര്യങ്ങളും വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ്. ഒരു കാര്യമുള്ളത്, ഈ സംഭവത്തിൽ തുടക്കം മുതൽ തന്നെ ഇപ്പോൾ ഷംസാദ് ഉൾപ്പെടെയുള്ള ആളുകൾ, IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന ചർച്ചയിൽ പറയുന്നു, അവരാരും ഇവിടെ ഈ പറയുന്ന എഗ്രിമെന്റ്, അതായത് പീറ്ററും NM വിജയനും തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള ഈ എഗ്രിമെന്റ് വ്യാജമാണ് എന്ന് പറയുന്നില്ല. അവരെല്ലാവരും പറഞ്ഞു IC ബാലകൃഷ്ണൻ ബന്ധമില്ല, IC ബാലകൃഷ്ണന്റെ പേര് അതിൽ എഴുതി ചേർത്ത് വ്യാജമാണ്. IC ബാലകൃഷ്ണൻ ആവർത്തിച്ച് പറയുന്നത് എന്റെ പേര് എഴുതി ചേർത്ത് വ്യാജമാണ്. അപ്പൊ അതിനർത്ഥം എന്താണ്? നമ്മൾ മരിച്ച ആളുകളോട് അനാദരവ് കാണിക്കരുത് എന്ന് പറയും. അനാദരവ് കാണിക്കുന്നില്ലെങ്കിൽ പോലും ഒന്നുമില്ലാതെ വെറുതെ വിടുകയെങ്കിലും ചെയ്യട്ടെ. ഇവിടെ മരിച്ചവരെ കുത്തിക്കൊല്ലുകയാണ്. NM വിജയൻ എന്ന് പറയുന്ന വ്യക്തി, NM വിജയൻ എന്ന് പറയുന്ന ട്രഷറർ എന്നുള്ള പോട്ടെ, ആ വ്യക്തി കൃത്യമായിട്ടും അഴിമതി നടത്തി എന്നാണ് ഇപ്പൊ ഇവർ പറഞ്ഞു വരുന്നത്. അതല്ലെങ്കിൽ ഇവരെ പറയേണ്ട എന്താണ്? ഇത് വ്യാജമാണ്, ഈ പുറത്തു വരുന്ന കാര്യങ്ങളൊക്കെ വ്യാജമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വേറെ എന്തെങ്കിലും തെളിവുണ്ട് വെച്ചു. ഇപ്പൊ ഐസക്കിന്റെ വന്നല്ലോ. ഐസക്ക് പച്ചയ്ക്ക് പറയല്ലേ, അത് രേഖയിൽപ്പെടുത്തിയൊന്നുമില്ലല്ലോ. അതേ ഇപ്പോൾ പറയുന്നു, ഞാൻ ഇത്ര കൊടുത്തു, അതിൽ ഇത്ര എനിക്ക് തിരിച്ചു കിട്ടി, ബാക്കി ഇത്ര തിരിച്ചു കിട്ടാനുണ്ട് എന്ന് പറയുമ്പോ അത് IC ബാലകൃഷ്ണനാണോ ആരാണെന്നുള്ള കണ്ടുപിടിക്കാൻ പോലീസ് ഉണ്ടല്ലോ. ഇവിടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിന് മുമ്പേ തന്നെ ഇപ്പൊ സിദ്ദിഖൊക്കെ പറയുന്ന IC ബാലകൃഷ്ണൻ തൊട്ട് കളിച്ചാൽ പ്രശ്നമാണ്. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇവരൊക്കെ നേരത്തെ ഷംസാദ് പറഞ്ഞൊരു കാര്യം, മുൻ ഭരണസമിതി പ്രസിഡന്റ് ആയിരുന്ന സണ്ണിയുടെ കാലത്ത് വളരെ മോശമായ കുറെ കാര്യങ്ങൾ, ഇതേ അഴിമതിക്ക് അപ്പുറത്തെ പല കാര്യങ്ങളും നടന്നു എന്ന് പറയും. ശരിയാവാൻ തെറ്റാവാൻ എനിക്കറിയില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ ഉള്ള എഗ്രിമെന്റിൽ ഒപ്പിട്ട് സണ്ണി അല്ലല്ലോ, ഈ ഐസക്കിനോട് പൈസ വാങ്ങിയ സണ്ണി അല്ലല്ലോ. ഐസക്ക് പറയുന്നത് എന്നോട് സണ്ണി പൈസ വാങ്ങി പറയുന്നുണ്ടോ?
ഐസക് പിന്നെ ഈ പറയുന്ന രേഖയിൽ ഒപ്പിട്ടിട്ടുള്ളത് NM വിജയനല്ല ഐസക് സണ്ണിയാണെന്ന് ഇവരാരെങ്കിലും പറയുന്നുണ്ടോ? ഇപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ ഈ രണ്ട് കാര്യങ്ങളുണ്ട്. അതിന്റെ ഒന്നുകിൽ ഇവർ പറയേണ്ടത് NM വിജയൻ തട്ടിപ്പ് നടത്തിയതാണെന്ന് പറയണം. അതല്ലെങ്കിൽ അതാണ് ഇപ്പൊ അവർ പറയാതെ പറയുന്നത്. അതല്ലെങ്കിൽ IC ബാലകൃഷ്ണൻ മാത്രം ഇങ്ങനെ വെളുപ്പിക്കേണ്ട കാര്യം എന്താണുള്ളത്? ഒരു കാര്യം അദ്ദേഹം MLA ആണ്. ഇതിൽ അദ്ദേഹം MLA ആണ്. ശ്രീ സജീവൻ, അദ്ദേഹം MLA ആണ്. അത് കേരളത്തിലാകെ കോൺഗ്രസ് നേതൃത്വത്തിന്, കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാക്കാവുന്ന അവമതിപ്പ്, അപമാനം വളരെ പ്രധാനപ്പെട്ടതാണ്. സ്വാഭാവികമല്ലേ ആ വഴിക്കൊരു നേതൃത്വം ചിന്തിക്കുക എന്നുള്ളത്? സ്വാഭാവികമാവാൻ പാടില്ല. MLA ഇതൊരു ക്രിമിനൽ ഒഫൻസ് ആണ്. ഈ ക്രിമിനൽ ഒഫൻസിൽ പോലീസ് കണ്ടുപിടിക്കട്ടെ. ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടല്ലോ, അവർ കണ്ടുപിടിച്ചോട്ടെ ആരാണെന്നുള്ളത്. ഇവർ വെളുപ്പിക്കാതിരുന്നാൽ മതിയല്ലോ. അന്വേഷണം നടത്തട്ടെ. ആദ്യഘട്ടത്തിൽ IC ബാലകൃഷ്ണൻ പറഞ്ഞിരുന്നതാണ് എന്നെ കുറിച്ചാണെങ്കിൽ പോലും. അതാണ് സജീവൻ, ഇതിലൊരു ശ്രദ്ധേയമായ കാര്യം അതാണ്. അതായത് ഒരു അന്വേഷണത്തിലേക്ക് ഈ വിഷയം ആകെ പോകുമ്പോൾ തന്നെ കോൺഗ്രസ് പാർട്ടി ഒരു നിലപാട് IC ബാലകൃഷ്ണനെതിരെ പ്രഖ്യാപിച്ചു, സിദ്ദിഖിന്ന്. അതായത് അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ ഒറ്റതിരിഞ്ഞാക്രമിക്കാൻ ശ്രമിക്കേണ്ട എന്ന് വെച്ചാൽ IC ബാലകൃഷ്ണൻ ഇതിൽ നിരപരാധിയാണ് എന്ന് കോൺഗ്രസ് പാർട്ടി പ്രഖ്യാപിക്കുന്നു. എന്നിട്ട് ഏതാണ്ട് വലിയ ഉദാര മനസ്കരെ പോലെ അന്വേഷിച്ചോട്ടെ എന്ന് പ്രഖ്യാപിക്കുകയും കൂടിയാണ്. അതുമായിട്ട് അങ്ങ് സഹകരിക്കും. ഇവിടെ ആരോപിതനായ വ്യക്തിയെ നിരപരാധിയായി രാഷ്ട്രീയമായി വെള്ളപൂശി നിർത്തിയ ശേഷം അന്വേഷിച്ചോട്ടെ എന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? എന്ത് രാഷ്ട്രീയ ധാർമ്മികതയാണുള്ളത് ശ്രീ സജീവൻ? തീർച്ചയായിട്ടും ധാർമ്മികതയില്ല. അതാണ് ഏറ്റവും വലിയ തമാശ. ഞാൻ ഇത് ഇപ്പൊ നേരത്തെ ശരത്തി ചോദിച്ച് വേറൊരു കാര്യം കൂടി ഉണ്ടല്ലോ. ഇങ്ങനെ സംഭവം CPM-ന്റെ ഭാഗത്ത് ഇതേ കാര്യം നടന്നിട്ടുള്ളത് CPM ഭരിക്കുന്ന ബാങ്കിലാണെന്ന് വെക്കുക. ഇതേപോലെ കാശ് വാങ്ങിയ രേഖ വരുന്നു, അല്ലെങ്കിൽ പിന്നെ ഒരാൾ വ്യക്തി വന്നിട്ട് പറയുന്നു. എന്തായിരിക്കാം ഇവിടുത്തെ KPCC പ്രസിഡന്റിനെയും KPCC നേതാക്കന്മാരുടെയും എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരുടെയും പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിന്റെയും മറുപടി? അവരിത് വെച്ച് തുള്ളില്ലേ? അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ എല്ലാത്തിനും ന്യായമാണല്ലോ. ഇവർ നേരത്തെ പറഞ്ഞ പോലെ ഈ പിന്നെ ഈ എന്താണ് എക്സാലോജിക്കും മറ്റും ഉണ്ടാക്കിയ ഉടമ്പടിയുടെ കാര്യത്തിൽ അതിനെക്കുറിച്ച് ഒരു അന്വേഷണം വരുമ്പോൾ സ്വാഭാവികമായിട്ട് നേരെ മുഖ്യമന്ത്രിയുടെ നേരെ വിരൽ ചൂണ്ടി പറയില്ലേ? ഈ രീതി ഇത് ആ മാർഗം എടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ എന്തുകൊണ്ടാണ് IC ബാലകൃഷ്ണനെ കുറിച്ച് പറയുമ്പോൾ ഇവർക്ക് ഇത്ര വേവലാതിപ്പെടുന്നത്? ഒരു കാര്യം, ഇവരുടെ മൗനം വളരെ ഇത്ര ദിവസമായി സംഭവിച്ചിട്ട് NM വിജയനും മകനും മരിച്ചിട്ട് എത്ര ദിവസമായി? ഇതുവരെ സംസ്ഥാന നേതാക്കന്മാർ, കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കന്മാർ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. അതിനേക്കാളൊക്കെ അപ്പുറത്ത് പറയേണ്ട ഒരു കാര്യം, മൂന്നാമത്തെ വിഷയം താങ്കൾ പറഞ്ഞ ഈ മാധ്യമങ്ങളുടെ നിലപാടാണ്. മാധ്യമങ്ങൾക്ക് ഇതൊരു വിഷയമേ അല്ല. ഇത് വളരെ കൗതുകരമായ കാര്യമാണ്. അത് ഞാൻ പറയുന്നത് CPM-ന്റെ ഭാഗത്തുണ്ടായാലും കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായാലും BJP-യുടെ ഭാഗത്തുണ്ടായാലും ലീഗിന്റെ ഭാഗത്തുണ്ടായാലും ഇങ്ങനെ സംഭവങ്ങൾ വരുമ്പോൾ ഒരേ അതെ ശ്രീ സജീവൻ, അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ മാധ്യമ വിശ്വാസ്യത എന്നുള്ളത് നാൾക്കുനാൾ ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് പോകുന്നതിനൊരു വലിയ കാരണമായി ഇതൊക്കെ മാറും. ചില മരണങ്ങൾ വളരെ പ്രിയകരമാവുകയും അത് അങ്ങേയറ്റം വൈകാരികമായി ജനങ്ങളിൽ എത്തിക്കേണ്ടതാണെന്ന് കാണുകയും മറ്റു ചില മരണങ്ങൾ വളരെ സാധാരണമായി കാണുകയും അതിലെന്ത് വാർത്തയാണുള്ളതെന്ന് തോന്നുകയും ചെയ്യുന്ന തരത്തിലേക്ക് രാഷ്ട്രീയ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിനെ ഇടിച്ചു താഴ്ത്തി കാട്ടുന്ന ഒരു സമീപനം, അതിൽ ഏതെങ്കിലും തരത്തിലൊരു വാർത്ത പോലും കാണാതെ പോകുന്ന നിലയിലേക്ക് വളരെ പരിമിതപ്പെട്ടു പോകുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിമർശനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു തെളിവായി ഇത് മാറാൻ പോകുന്നു എന്നൊരു പ്രശ്നം ഇതിനകത്തില്ലേ? 2 പേരുടെ മരണം സംഭവിച്ചിട്ടും വളരെ ഗൗരവമായ സഹകരണ നിയമന തട്ടിപ്പ് നടന്നിട്ടും ഇതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വിവരങ്ങൾ വന്നിട്ടും വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ നാട് ഭരിക്കുന്ന ഒരു സർക്കാരിന് സ്വീകരിക്കേണ്ടി വരുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തെ വെക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇവരുടെ ആത്മഹത്യാക്കുറിപ്പ് എവിടെ എന്ന ചോദ്യം വരുന്നു. അത് മുഖ്യതാണ് എന്ന സംസാരമുയരുന്നു. നേരത്തെയും ഇത്തരം ആക്ഷേപങ്ങളൊക്കെ വരുമ്പോൾ വല്ലാതെ പൊലിപ്പിച്ച ആളുകൾ സ്വാഭാവികമായി മാധ്യമങ്ങൾ ചെയ്യും എന്നാണെങ്കിൽ ഇതും ചെയ്യണ്ടേ? എല്ലാ വിഷയങ്ങളോടും വളരെ ജാഗ്രതയോടൊരു സമീപനം സ്വീകരിക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾ, മുഖ്യധാരാ മാധ്യമങ്ങൾ തയ്യാറായില്ല എന്നുള്ള ഒരവസ്ഥ ഏത് അവസ്ഥയിലേക്ക് മാധ്യമങ്ങളെ കൊണ്ടുചെന്നെത്തിക്കും ശ്രീ സജീവൻ? തീർച്ചയായിട്ടും മാധ്യമങ്ങളുടെ വിശ്വാസ്യത പൂർണ്ണമായിട്ടും തകർക്കുന്ന രൂപത്തിലാണ് ഈ രീതിയിലുള്ള റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഒരു കാര്യം ചർച്ച ചെയ്യുമ്പോഴാണെങ്കിലും റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനൊരു ഒരു അളവ് വരെയെങ്കിലും സത്യസന്ധതയും മാന്യതയും പാലിക്കേണ്ടതുണ്ട്. ഇവിടെ അതോ ഉണ്ടാവുന്നില്ല.
ഇപ്പൊ അടുത്ത കാലത്ത് 2 മരണങ്ങളാണല്ലോ രണ്ട്, ഈ വയനാട്ടിലേത് ഒരു സംഭവം, അതേപോലെ തന്നെ ഇടുക്കിയിൽ ഉണ്ടായിട്ടുള്ളത് സാബുവിന്റെ. അപ്പൊ ഈ രണ്ട് കാര്യത്തിലും എങ്ങനെയാണ് മാധ്യമങ്ങൾ എടുത്തിട്ടുള്ളത്? അപ്പുറത്ത് ആരാണ് എന്ന് നോക്കിയിട്ടാണെന്ന് നമുക്ക് സാധാരണക്കാർക്ക്, ഒരു രാഷ്ട്രീയ താല്പര്യവുമില്ലാത്ത, രാഷ്ട്രീയ പക്ഷപാതിത്വം ഇല്ലാത്ത ആളുകൾക്ക് സംശയം തോന്നാവുന്ന രൂപത്തിൽ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ പരിഗണിക്കുന്നതും വിഷയമായിട്ട് എടുക്കുന്നതും വിഷയമായിട്ട് എടുക്കാതിരിക്കുന്നതും. അപ്പൊ സ്വാഭാവികമായിട്ട് വലിയ ദുരന്തമാണ്. കാരണം നമ്മൾ ഈ 4ാം തൂണാണ്, ജനാധിപത്യത്തിന്റെ 4ാം തൂണാണ്, ഫോർത്ത് എസ്റ്റേറ്റ് ആണെന്നൊക്കെ പറയുമ്പോൾ അത് മറ്റ് 3 തൂണുകൾക്കും ഉണ്ടാവുന്ന ബലക്ഷയം ഉണ്ടാവുമ്പോൾ അതിനെ അത് താങ്ങി നിർത്തിയിട്ട്, ജനാധിപത്യത്തെ താങ്ങി നിർത്തേണ്ട ചുമതലയാണ് ഈ 4ാം തൂണിന് ഉണ്ടാവേണ്ടത്. അവിടെ വരുമ്പോൾ അതിൽ ഒരു തരത്തിലുള്ള വെള്ളം ചേർക്കലുകളോ അല്ലെങ്കിൽ ഒരു കാണാതെ പോക്കലോ അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള ആക്രമണോത്സവത്തോട് കൂടിയിട്ടുള്ള ചില നീക്കങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ അത് വളരെ മോശമായിട്ട് തോന്നുന്നു. വളരെ കൃത്യമായിട്ട് ഈ 3 കാര്യങ്ങൾ ഈ സംഭവത്തിലുണ്ട്. ഒന്ന്, എനിക്ക് ഏറ്റവും കൗതുകം തോന്നുന്നത് ഈ കാശ് വാങ്ങിയിട്ട് ഈ അഗ്രിമെന്റ് അത് വ്യാജമാണെന്ന് പറയാത്തവർ IC ബാലകൃഷ്ണനെ വെളുപ്പിക്കുന്ന ഒരു അവസ്ഥ. സംസ്ഥാന നേതൃത്വം, കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം ഇപ്പോഴും ഒന്നും പറയുന്നില്ല. ഇവിടെ 3ാമത്തെ രേഖയുണ്ടല്ലോ, ആ രേഖയെ കുറിച്ച് KPCC നേതൃത്വം ഒന്നും പറയാത്തതാണ് ഏറ്റവും കൗതുകം. KPCC പ്രസിഡന്റിന് NM വിജയൻ കൊടുത്തിട്ടുള്ള കത്ത്, ആ കത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിൽ ഞാൻ കേട്ടിടത്തോളം, എനിക്ക് കത്ത് കാണാത്ത ആളായതുകൊണ്ട്, NM വിജയൻ കൊടുത്തിട്ടുള്ള കത്തിൽ IC ബാലകൃഷ്ണൻ കാശ് വാങ്ങിയതായിട്ട് സൂചനയുണ്ടെന്ന് പറയുന്നു. IC ബാലകൃഷ്ണൻ വാങ്ങിയില്ലെന്നൊക്കെ തെളിയിക്കപ്പെടേണ്ട കാര്യമാണ്. ഇങ്ങനെ ഒരു കത്തുണ്ടായിട്ട് 3 രേഖകൾ, അതായത് 2 രേഖയും ഒരാളുടെ നേരിട്ടുള്ള വെളിപ്പെടുത്തലും കാശ് കൊടുത്തു എന്ന് പറയുന്ന വെളിപ്പെടുത്തൽ, ഈ 3 കാര്യങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇത് ഗൗരവമായിട്ട്, ഒറ്റ കാര്യം കോൺഗ്രസ്സുകാർ പറഞ്ഞാൽ മതി, അന്വേഷിക്കട്ടെ, സർവാത്മന ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു പറയുന്നതിന് പകരം IC ബാലകൃഷ്ണൻ തൊട്ട് കളിക്കരുത് എന്ന് പറഞ്ഞാൽ IC ബാലകൃഷ്ണൻ ഇത് തെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് പോലീസ് കണ്ടെത്തിയിട്ട് വേണ്ടേ IC ബാലകൃഷ്ണൻ തൊട്ട് കളിക്കുന്ന കാര്യം. IC ബാലകൃഷ്ണൻ രാഷ്ട്രീയമായിട്ടുള്ള പിന്തുണ കൊടുക്കും എന്നൊക്കെ പറയുമ്പോൾ ഈ രാഷ്ട്രീയ പിന്തുണ കൊടുക്കാൻ ഇവിടെ രാഷ്ട്രീയ മത്സരം ഒന്നുമല്ലല്ലോ നടക്കുന്നത്. ഇവിടെ ശരിയായിട്ടുള്ള കറപ്ഷൻ, കാശ് വാങ്ങൽ ആണ് നടന്നിട്ടുള്ളത്. അതിന്റെ പേരിൽ 2 പേരുടെ മരണം സംഭവിച്ച കാര്യമാണ്. അപ്പൊ അതിലൊക്കെ രാഷ്ട്രീയമായിട്ട് നേരിടുന്ന രീതി, നിയമപരമായിട്ട് നേരിട്ടുണ്ട്, സ്വാഭാവികമാണ്. പക്ഷെ രാഷ്ട്രീയമായിട്ട് എങ്ങനെ നേരിടാൻ പറ്റും? ഇതിൽ IC ബാലകൃഷ്ണൻ ഉള്ളതല്ല. ഈ വിഷയത്തിൽ ശരിക്കും കോൺഗ്രസ്സുകാർ, ഷംസാദൊക്കെ തുടക്കത്തിൽ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, എല്ലാ അന്വേഷണത്തെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പിന്നീട് എന്തിനാണ് ഇങ്ങനെ വെളുപ്പിക്കൽ എന്ന് എനിക്ക് മനസ്സിലാവും.